ഹലോ, ഇന്ന് നല്ലൊരു സോഫ്റ്റ് ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ടൈപ്പ് ചപ്പാത്തി അല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു തുള്ളി എണ്ണയോ വെള്ളമോ ഒന്നും ആവശ്യമില്ല. അതുപോലെ എത്ര തണുത്താലും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മളിപ്പോൾ ഇന്നുണ്ടാക്കി വെക്കുവാണെങ്കിൽ നാളെ ആയാലും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചപ്പാത്തിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണേ, അതിതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം ഞാൻ ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ടാണിത് ഉടച്ചെടുക്കുന്നത്. സ്പൂൺ വെച്ചോ തവി വെച്ചോ എങ്ങനെ വേണേലും നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചെറിയ കട്ടയൊക്കെ കാണും, അതൊക്കെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഒരുമിച്ച് പൊടി ഇട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കുറേശ്ശെയായിട്ട് പൊടി ആഡ് ചെയ്ത് ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം ഞാൻ ഇതിലേക്ക് 1.5 കപ്പോളം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ, നനവ് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി പൊടി ആഡ് ചെയ്ത് കൊടുത്ത് പാകത്തിന് കുഴച്ചെടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് പാകത്തിന് നമുക്ക് മാവിൻ്റെ അളവ് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പോളം പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് മാവ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നമുക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലിപ്പത്തിന് എടുത്തിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഒട്ടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറേശ്ശെ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. മുകളിലായിട്ട് കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് കട്ടി കുറച്ച് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഒത്തിരി കട്ടി കൂടിപ്പോയാലും വലിയ കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി ഇത് ഞാൻ പരത്തിയെടുത്തു. നല്ല കട്ടി കുറച്ച് തന്നെയാണ് കേട്ടോ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുത്ത് നോക്കാം. ഇപ്പോൾ ദോശക്കല്ല് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് എണ്ണ പുരട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുമ്പം കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ നമ്മൾ പുരട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് 2 വശവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതിയാകും. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ 2 വശവും പാകത്തിന് കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ചട്ടകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നോളും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് എടുക്കാം കേട്ടോ. നമ്മളിത് എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, നല്ല സോഫ്റ്റാണ്. വേണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ.